ശബരിമല സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിയിൽ ഗുരുതര തിരിമറി കണ്ടെത്തിയതിനു പിന്നാലെ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി ഹൈക്കോടതി. സ്വർണ്ണപ്പാളിയിൽ നിന്ന് 474.9 ഗ്രാമോളം സ്വർണം നഷ്ടമായെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് വിജിലൻസ് റിപ്പോർട്ടിൽ നിഷ്പക്ഷ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി അറിയിച്ചത്. ഇതിന്റെ ഭാഗമായി സംസ്ഥാന പോലീസ് മേധാവിയെ കേസിൽ കക്ഷി ചേർത്തു. ദേവസ്വം കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത്. മഹസറിൽ രേഖപ്പെടുത്തിയത് ചെമ്പുപാളി എന്നാണ്, സ്വർണമെന്നല്ല. ശില്പങ്ങൾ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചപ്പോൾ സ്വർണത്തിന്റെ പാളി ഉണ്ടായിരുന്നു. ഇത് മാറ്റാൻ പോറ്റിയാണ് അവർക്ക് നിർദ്ദേശം നൽകിയതെന്നും 474.9 ഗ്രാം സ്വർണത്തിന്റെ ക്രമക്കേട് നടന്നുവെന്ന് വ്യക്തമായതായും കോടതി അറിയിച്ചു. ദേവസ്വം ചീഫ് വിജിലൻസ് ഓഫീസറുടെ റിപ്പോർട്ട് ഇന്ന് തന്നെ ദേവസ്വം ബോർഡിന് കൈമാറാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ബോർഡ് ഇത് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറണം. തുടർന്ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാകണം SIT കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കേണ്ടതെന്ന് കോടതി വ്യക്തമാക്കി. ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പുപാളികൾക്ക് പുറമെ ലിൻഡൽ, വശങ്ങളിലെ ഫ്രെയിമുകൾ എന്നിവിടങ്ങളിൽ നിന്നും സ്വർണം പൂശിയതിൽ ക്രമക്കേടുണ്ടോ എന്നുകൂടി പ്രത്യേക അന്വേഷണ സംഘത്തിന് പരിശോധിക്കാം. പ്രത്യേക കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണോ എന്നത് SITക്ക് തീരുമാനിക്കാമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. 2 ആഴ്ചയിലൊരിക്കൽ അന്വേഷണ പുരോഗതി കോടതിയെ അറിയിക്കണമെന്നും 6 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരുടെ ബെഞ്ചാണ് വിഷയം പരിഗണിച്ചത്. വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. Subscribe to One India and never miss an update.